പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആരും കമൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു പൂച്ചക്കുട്ടീൻ്റെ സ്മരണയ്ക്ക് കേട്ടോ. പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 2-3 പൂച്ചകളുണ്ട്. അതിലൊരു പൂച്ച മാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, 2-3 മാസം ഇടവിട്ടിട്ട് കൃത്യമായിട്ട് ആ ഒരു പൂച്ച പ്രസവിക്കും. പക്ഷേ അതിൻ്റെ ഒരു കുട്ടികളെ പോലും അതിന് വളർത്താൻ കിട്ടില്ല കേട്ടോ. അത് പ്രസവിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ജന്തുക്കൾ വന്നിട്ട് ആ ഒരു കുട്ടികളൊക്കെ കൊന്നിട്ടിട്ട് പോകും. സമീപത്ത് വേറെയും പൂച്ചകളുണ്ടെങ്കിലും അവയൊക്കെ പ്രസവിച്ച് പൂച്ചകളൊക്കെ വലുതായിട്ട് പലയിടത്തായിട്ട് ഇങ്ങനെ പോകും. പക്ഷേ ഈ പൂച്ചയ്ക്ക് മാത്രം ഇന്നും ഇത് തന്നെയാണ് ഗതി. എന്തൊക്കെയാണെങ്കിലും പൂച്ചയുടെ ഗർഭത്തിനും പ്രസവത്തിനും ഒരു മുടക്കം വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ പൂച്ച വീണ്ടും പ്രസവിച്ചു 3 കുഞ്ഞു പൂച്ചക്കുട്ടികൾ കേട്ടോ. പക്ഷേ 2 പതിവ് പോലെ 2 ദിവസം കഴിഞ്ഞപ്പം ഏതൊക്കെ ജന്തുക്കൾ കൊന്നിട്ടിട്ട് പോയി. ബാക്കിയുള്ളത് ഒരു കുട്ടി. ആ കുട്ടിയെ മാക്സിമം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അമ്മപ്പൂച്ച ശ്രമിക്കുന്നുണ്ടായി. കറുത്ത നിറത്തിൽ ഒരുപാട് സുന്ദരിയായിട്ടുള്ള ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഫേസോട് കൂടിയുള്ള ആ ഒരു പൂച്ചക്കുട്ടീനെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരു മാസം കഴിഞ്ഞപ്പോൾ, അതായത് 1-2 മാസം കഴിഞ്ഞപ്പോൾ ആ ഒരു പൂച്ചക്കുട്ടീനെ വേറെ ഏതൊക്കെയോ ജന്തുക്കൾ വന്നിട്ട് കൊന്നിട്ടിട്ട് പോയിട്ടോ. അങ്ങനെ ആ ഒരു അമ്മപ്പൂച്ചയ്ക്ക് ഈ ഒരു പൂച്ചക്കുട്ടീനെയും കിട്ടിയില്ല. അതിൻ്റെ സ്മരണയ്ക്കാണ് ഞാൻ ഈ ഒരു കറുത്ത പൂച്ചക്കുട്ടി ഉണ്ടാക്കിയത്. പക്ഷേ ഇതൊരു എലീൻ്റെ ഫേസ് ആയിപ്പോയി.